ഹലോ മോളെ, ഇതിൽ നമ്മളെ ചക്രവാതങ്ങൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ വാദങ്ങളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യത്യസ്ത ഇനം വാദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു കാറ്റഗറിയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് വാദം അസ്ഥിരവാദങ്ങൾ. ആ 4 വാദങ്ങളിൽ ലാസ്റ്റ് വൺ അസ്ഥിരവാദങ്ങൾ. ആ അസ്ഥിരവാദങ്ങളിൽ വരുന്ന 2 കാറ്റഗറിയാണ് ചക്രവാദവും പ്രതിചക്രവാദവും. അപ്പോൾ അതിൽ അസ്ഥിരവാദം എന്ന് പറയുന്ന ആ ഒരു വാദത്തിൽ വരുന്ന 2 കാറ്റഗറിയാണ് ചക്രവാദവും പ്രതിചക്രവാദവും. ഇതിൽ തന്നെ ചക്രവാദങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടാറ് സമുദ്രഭാഗങ്ങളിലാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ സമുദ്രഭാഗങ്ങളിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അഥവാ ഘർഷണ ബലം കുറവായിരിക്കും. അപ്പോൾ വളരെ സുഗമമായിട്ട് അവിടെയുള്ള വായുവിന് എന്ത് ചെയ്യും, സറൗണ്ടിങ്ങിൽ ഇങ്ങനെ ചുറ്റി അവിടെ ആ ഒരു ചക്രവാതം ഫോം ചെയ്യാൻ സാധിക്കും. എന്നാൽ പ്രതിചക്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വീശുന്ന കാറ്റാണ്. ഓക്കെ, അത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കണ്ടോ ഒരു സർക്കിൾ വരച്ച് വെച്ചത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ മൈനസാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മർദ്ദം കുറവാണ്. എന്നാൽ സർക്കിളിന് ചുറ്റും ഞാൻ പ്ലസ്സാണ് ഇട്ട് വെച്ചത്, അവിടെ മർദ്ദം കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം മർദ്ദം കൂടിയ ഭാഗത്ത് നിന്നാണ് കുറഞ്ഞ ഭാഗത്തോട്ട് വായു സഞ്ചരിക്കുക എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് എല്ലായിടത്തു നിന്നും വായു സഞ്ചരിക്കും, ഉള്ളിലോട്ട് വായു സഞ്ചരിക്കും. അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതിനെയാണ് ചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചക്രം ആകുന്നത്? ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഇത് വീശുള്ളൂ, പക്ഷേ അതിനൊരു ദിശ ചക്രം പോലെ ആകണം, ഇങ്ങനെ ഒരു റൗണ്ട് വരണമല്ലോ. ആ റൗണ്ട് വരുത്തുന്ന സഹായക ഘടകമാണ് എന്ത്, നമ്മുടെ കോറിയോലിസിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോറിയോലിസിസ് പ്രഭാവത്തിൻ്റെ മൂലമായിട്ട്, കോറിയോലിസിസ് പ്രഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ആ കോറിയോലിസിസ് പ്രഭാവത്തിൻ്റെ മൂലമായിട്ട് എന്താകും, ഇതിന് ഒരു ദിശയിലോട്ട് ഇതിന് വ്യതിയാനം സംഭവിക്കും. അപ്പോൾ ഇതൊരു റൗണ്ട് പോലെ തോന്നും. നമ്മുടെ ടെക്സ്റ്റിലൊക്കെ കാണിച്ചിട്ടുണ്ട് ചക്രവാതം എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഇനി പ്രതിചക്രവാതമാകുമ്പോൾ ഈ ഉള്ളിൽ എന്താകും, പ്ലസ് ആകും. എന്ന് വെച്ചാൽ ഈ ഉള്ളിൽ മർദ്ദം കൂടും, ഇതിൻ്റെ പുറം ഭാഗത്ത് മർദ്ദം കുറയും, മൈനസ് ആവും. അങ്ങനെ ആകുമ്പോൾ ഉള്ളിൽ നിന്ന് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തോട്ട് വായു ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ അതിനെയാണ് പ്രതിചക്രവാദം. അതിനും ഇതേപോലെ കോറിയോലിസിസ് ഫോഴ്സ് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിനൊരു ചെറിയ ഓപ്പോസിറ്റ് എതിർ ഘടികാര ദിശ, മറ്റേത് ഘടികാര ദിശയാണെങ്കിൽ മറ്റേ എതിർ ഘടികാര ദിശയിലോട്ട് അത് മാറും. അപ്പോൾ ഇതിൻ്റെ ദിശയെ നിർണ്ണയിക്കുന്നത് കോറിയോലിസിസ് ഫോഴ്സാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എങ്ങനെയാണ് കോറിയോലിസിസ് പ്രഭാവം സ്വാധീനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചക്രവാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശവും തമ്മിലുള്ള വായു സഞ്ചാരത്തെയാണ് ചക്രവാതം എന്ന് പറയുന്നത്. അങ്ങനെ ഡെഫിനേഷൻ ചെയ്താൽ ഇനി പ്രതിചക്രവാതമാണെങ്കിൽ അന്തരീക്ഷത്തിൽ ഒരു ഉച്ചമർദ്ദ പ്രദേശത്തിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശത്തിലോട്ട് വായു സഞ്ചരിക്കുന്നതിന് പ്രതിചക്രവാതം എന്ന് പറയുന്നു. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഞാൻ സമയം ചുരുക്കി പറഞ്ഞതാണ്.